ഹായ് മക്കളെ, എല്ലാവർക്കും അമൃതവർഷിണി എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ? അതൊക്കെ എല്ലാവരും എഴുതി പഠിച്ചായിരുന്നോ? അതോ മറന്നുപോയോ? എല്ലാം എഴുതി പഠിച്ച കുട്ടിമണികൾക്കൊക്കെ എന്താ ടീച്ചർ തരുന്നേന്നറിയോ? വലിയൊരു സ്റ്റാറും ഒരു ഐസ്ക്രീമും ഒക്കെ തരും കേട്ടോ. അപ്പൊ എഴുതി പഠിച്ചവർക്കൊക്കെ എന്തായിരിക്കും, നല്ല മിടുക്കരായിട്ട് എഴുതി പഠിച്ചവർക്കൊക്കെ ഇപ്പൊ തരാം കേട്ടോ. ഇനി നമുക്കെന്നാ ഇന്ന് എന്തൊക്കെ പഠിക്കണമെന്നൊന്ന് നോക്കാം. എല്ലാരും ഒന്ന് കേട്ടോണ്ടിരിക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെ പഠിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം? ഒന്ന് പറഞ്ഞു നോക്കാം. പറയട്ടെ. ഹരി, ശ്രീ, ഗ, ന. ഇത്രയും കാര്യമില്ല നമ്മൾ പഠിച്ചത്. ബാക്കി ഇനി നമുക്ക് പഠിക്കാം. നോക്കിക്കേ, ഞാനൊന്ന് എഴുതാം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ എഴുതട്ടെ. ഹരി, ശ്രീ, ഗ, ന. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചതല്ലേ. ഇനി എന്താ പഠിക്കാനുള്ളത്? എഴുതി കാണിക്കട്ടെ. നോക്കിക്കോണം കേട്ടോ. എന്തായിരുന്നു ഇനി അടുത്ത അക്ഷരം? നോക്കിക്കേ. പ. നോക്കി എങ്ങനെ എഴുതുന്നെന്ന് പറയട്ടെ. ഒരു കുഞ്ഞു തല വരച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മോളോട്ട്. കണ്ടോ? എന്താ ഇത്? പ. പറഞ്ഞു നോക്കിക്കേ. പ. എഴുതട്ടെ ഒന്നൂടെ. കുഞ്ഞു തല വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മോളോട്ട്. കണ്ടോ? പ. ഇനി അടുത്ത അക്ഷരം എന്താണ്? ത. എഴുതട്ടെ. ഒന്നൊന്ന് അകത്തോട്ട് കയറ്റിയിട്ട് പുറത്തോട്ട് എടുക്കണം കേട്ടോ. ത. എന്താ? ത. ഒന്നുകൂടെ എഴുതാം കേട്ടോ. ത. കണ്ടോ? ഞാൻ അടുത്ത അക്ഷരം എഴുതട്ടെ. കാണുന്നുണ്ടോ എല്ലാരും? അവിടെ നോക്കിക്കേ. കാണുന്നുണ്ടല്ലോ? അടുത്ത അക്ഷരം എഴുതാം കേട്ടോ. നോക്കണേ. ഇങ്ങനെ ഒരു ചൂറ്റിയൊരു പുള്ളി എഴുതാം കേട്ടോ. എന്താ ഈ അക്ഷരം? എ. ഇതാണ് എ. പറഞ്ഞു വന്ന് എ. ഒന്നുകൂടെ എഴുതാവേ. ഉണ്ടോ? ചുരുട്ടിയൊരു പുള്ളി ഇടുക. കൊണ്ടുവന്ന് അകത്തോട്ട് കയറ്റിയിട്ട് മുളകോട്ട് വേണം. അക്ഷരം എന്താ? എ. എന്തായിരുന്നു? എ. ഇനി അടുത്ത അക്ഷരം പഠിക്കാം നമുക്ക്. ന. ഇതിന്റെ മുകളിൽ കൂടെ തന്നെ കൊണ്ടുവരണം കേട്ടോ. ന. ഇതാണ് ന. എന്നിട്ട് എഴുതട്ടെ. ന. ഞാൻ അടുത്ത അക്ഷരം എഴുതാം കേട്ടോ. കേൾക്കുന്നുണ്ടോ? നോക്കിയിരിക്കണേ. നല്ല കുട്ടിമണികളല്ലേ? നോക്കിക്കോ കേട്ടോ. ഞാൻ അടുത്ത അക്ഷരം എന്താണ്? മാ. നമുക്ക് മാ. കണ്ടോ? മാ. ഇങ്ങനെ എഴുതുന്നേ. മാ. കണ്ടോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? പ, ത, യേ, ന, മാ. അല്ലേ? ഇത്രയും അക്ഷരം നമ്മളിന്ന് പഠിച്ചതല്ലേ? ഇത്രയല്ലേ പഠിച്ചത്? നമുക്ക് എല്ലാ അക്ഷരവും കൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ എഴുതാം. നോക്കണേ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പഠിച്ചതും ഇന്ന് പഠിച്ചതും എല്ലാം കൂടെ നമുക്ക് നോക്കാം കേട്ടോ. നല്ല മക്കളായിട്ട് നോക്കുമല്ലോ. നോക്കിക്കേ. ഒന്ന് പറഞ്ഞു തന്നാ ഒന്ന് പറഞ്ഞുകൊണ്ടെന്ന് എഴുതിക്കേ. ഹരി, ശ്രീ, ഗ, ന, പ, ത, യേ, ന, മ. എന്നൊക്കെ എല്ലാം നമ്മൾ പഠിച്ച അക്ഷരങ്ങളെല്ലാം കൂടെ പറയാം. ഒരു ദിവസം കൂടെ നോക്കിക്കോ. നോക്കിക്കേ. പറയട്ടെ ഞാൻ. ഓക്കെ കേട്ടോ. ഹരി, ശ്രീ, ഗ, ന, പ, ത, യേ, ന, മ. എങ്ങനെയായിരുന്നു? ഹരി, ശ്രീ,
ഗ ണ പ ത യ ന മ. ചൊല്ലി പഠിക്കോ? എഴുതിയിട്ട് ചൊല്ലി പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്കിനി ഒരു പാട്ട് പാടിയാലോ? പാടട്ടെ ഞാൻ? ഇത് കേട്ടോണ്ടിരിക്കണം കേട്ടോ. ഒരിക്കലൊരു കാക്ക മരക്കൊമ്പിലിരിക്കെ ദൂരെയൊരു വീട്ടിൽ കുടത്തിൽ വെള്ളം കണ്ടു. വെള്ളം കുടിക്കാനായി കുടത്തിൻ വക്കിൽ ചെല്ലവേ വെള്ളം താണു കണ്ടു. കൊച്ചു കൊച്ചു കല്ലുകൾ കൊത്തി കൊത്തിയിടവേ വെള്ളം പൊങ്ങി വന്നു. ബുദ്ധിയുള്ള കാക്ക വെള്ളവും കുടിച്ചു. കാകാ പാടി പറന്നങ്ങു പോയി. പാട്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? പാട്ട് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുമോ? ചെയ്യണം കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ ബൈ.